ജ്യോതിഷമനുസരിച്ച് മിഥുനരാശിയിൽ ഉൾപ്പെടുന്ന രാഹു ഭരണാധിപനായ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 ജൂലൈ മാസം വൈവിധ്യമാർന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒന്നായിരിക്കാനാണ് സാധ്യത. ഗ്രഹനിലകളുടെ വിന്യാസവും ഗോചര ഫലങ്ങളും വിലയിരുത്തുമ്പോൾ ഈ കാലയളവിൽ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ദൃശ്യമാകുന്നത്. തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവത രുദ്രനാണ്. സംഹാരത്തിന്റെയും പുനഃസൃഷ്ടിയുടെയും പ്രതീകമായ രുദ്രൻ ജീവിതത്തിലെ പ്രതിസന്ധികളെ തകർത്ത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നു. 2026 ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ മിഥുന രാശിയിലെ ബുധന്റെയും സൂര്യന്റെയും സഞ്ചാരവും രാഹുവിന്റെ പ്രത്യേക സ്വാധീനവും തിരുവാതിര നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക ഗുണങ്ങൾ നൽകിയേക്കാം. ഈ മാസത്തിന്റെ പൊതു സ്വഭാവം പരിവർത്തനം എന്നതായിരിക്കും. ഒന്നും ഉറപ്പിച്ചു പറയാനാവില്ലെങ്കിലും ആസൂത്രിതമായി നീങ്ങിയാൽ പല തടസ്സങ്ങളെയും മറികടക്കാൻ സാധിക്കുന്ന ഒരു ഊർജം ഈ നക്ഷത്രക്കാർക്ക് പ്രകൃതിദത്തമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026 ജൂലൈ മാസം തൊഴിൽപരമായി വളരെ നിർണായകമായേക്കാം. 10ാം ഭാവത്തിലെയും ലഗ്നാധിപനായ ബുധന്റെയും സ്ഥാനങ്ങൾ തൊഴിൽ പുരോഗതിയെ സ്വാധീനിക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ഇത് നിങ്ങളുടെ കരിയറിൽ വലിയൊരു ബ്രേക്ക് നൽകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ അംഗീകാരമോ സ്ഥാനക്കയറ്റമോ ലഭിക്കാനുള്ള ഒരു അന്തരീക്ഷം മാസത്തിന്റെ 2ാം പകുതിയോടെ രൂപപ്പെട്ടേക്കാം. സഹപ്രവർത്തകരുമായി ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ നയതന്ത്രപരമായ സംസാരം വഴി അത് പരിഹരിക്കാൻ സാധിച്ചേക്കും. സർക്കാർ സർവീസിലുള്ളവർക്ക് ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന ഫയലുകൾ തീർപ്പാക്കാനോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ നിർദ്ദേശം ലഭിച്ചേക്കാം. ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് മുൻകൂട്ടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ഈ മാസം ശുഭസൂചനകൾ ലഭിച്ചേക്കാം. വിസ നടപടികളിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങാനോ പുതിയ വർക്ക് പെർമിറ്റുകൾ ലഭിക്കാനോ ഉള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരാവുന്നതാണ്. എന്നാൽ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കണം. ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. ബാങ്ക് ലോണുകൾക്കോ മറ്റ് ധനസഹായങ്ങൾക്കോ ഉള്ള അപേക്ഷകൾ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്നവർ പങ്കാളിയുമായി സുതാര്യമായ ആശയവിനിമയം നടത്തുന്നത് നന്നായിരിക്കും. ചെറിയ തെറ്റിദ്ധാരണകൾ ലാഭത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, IT അനുബന്ധ ബിസിനസ്സുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ക്ലയന്റുകളെ ലഭിക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. 2026 ജൂലൈ മാസം സാമ്പത്തികമായി ഒരു മിശ്രിത ഫലമാണ് നൽകാൻ സാധ്യതയുള്ളത്. പ്രധാന വരുമാനത്തിന് പുറമെ ഒരു സൈഡ് ഇൻകം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മുൻപ് നൽകിയ കടങ്ങൾ തിരികെ ലഭിക്കാനോ പിതൃസ്വത്ത് സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ അനാവശ്യ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കോ വീട് നവീകരണത്തിനോ ആയി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണത്തിന് മുതിരുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. വലിയ തുകകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ വിദഗ്ധോപദേശം തേടുന്നത് ഉചിതമായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ വൈകാരിക തലത്തിൽ ഈ മാസം ചില ഉയർച്ചകൾ പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിയുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കാൻ ഈ മാസം സഹായിക്കും. എങ്കിലും മാസത്തിന്റെ മധ്യ ദിവസങ്ങളിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്ഥിതി ബന്ധം കൂടുതൽ ദൃഢമാക്കും. പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടി വരും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിക്കാനുള്ള വീട്ടുകാരുടെ സമ്മതം ലഭിച്ചേക്കാം. എന്നിരുന്നാലും ധൃതി പിടിച്ചുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി കാര്യങ്ങൾ സാവധാനം നീക്കുന്നതാണ് ഉചിതം. മാതാപിതാക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ കരിയർ കാര്യത്തിലോ നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഒരു പുതിയ അതിഥിയുടെ വരവോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ നടക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം കഠിനാധ്വാനത്തിന്റെ കാലമാണ്. വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ പ്രവേശന ഉത്തരവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനമായി പരിശ്രമിക്കുന്നവർക്ക് മത്സര പരീക്ഷകളിൽ മികച്ച റാങ്ക് നേടാൻ സാധിച്ചേക്കാം. എന്നാൽ അമിതമായ ആത്മവിശ്വാസം പരീക്ഷാ ഫലത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ നിരന്തരമായ റിവിഷൻ ആവശ്യമാണ്. പഠനത്തോടൊപ്പം തന്നെ കലാരംഗത്തോ കായിക രംഗത്തോ ഉള്ളവർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച വേദികൾ ലഭിച്ചേക്കാം. 2026 ജൂലൈ മാസത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങൾ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ ഉണ്ടാകാൻ നേരിയ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. കഫക്കെട്ട്, പനി തുടങ്ങിയ സീസൺ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അനാവശ്യമായ ആകുലതകൾ മനസ്സിനെ അസ്വസ്ഥമാക്കിയേക്കാം. ധ്യാനം, യോഗ എന്നിവ ശീലമാക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. പോസിറ്റീവായി ചിന്തിക്കുന്ന സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും. ഈ മാസം യാത്രകൾക്ക് ധാരാളം സാധ്യതകളുണ്ട്. ജോലിയുടെ ഭാഗമായി ദൂരയാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. ഇത് പുതിയ അനുഭവങ്ങളും അറിവുകളും നൽകാൻ സാധ്യതയുണ്ട്.
കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിച്ചേക്കാം. രാത്രികാല യാത്രകളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധ ഒഴിവാക്കുക. വാഹനത്തിന് ചെറിയ അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നേക്കാം. അത് നേരത്തെ തന്നെ ചെയ്യുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ അന്തസ്സും വിലയും വർദ്ധിക്കാൻ സാധ്യതയുള്ള കാലമാണിത്. രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനത്തിലോ ഉള്ളവർക്ക് ജനസമ്മതി വർദ്ധിക്കാനും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. എഴുത്തുകാർ, കലാകാരന്മാർ എന്നിവർക്ക് അവരുടെ സൃഷ്ടികൾക്ക് നല്ല പ്രതികരണം ലഭിച്ചേക്കാം. പുരസ്കാരങ്ങളോ സർട്ടിഫിക്കറ്റുകളോ ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഈ മാസത്തിലെ എല്ലാ ദിവസവും ഒരേപോലെയല്ല. ചില ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നു. ജൂലൈ 3, 7, 8, 12, 16, 17, 21, 25, 26, 30 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതും ഗുണകരമാകാൻ സാധ്യതയുണ്ട്. ജൂലൈ 5, 14, 15, 23 ദിവസങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും സംസാരത്തിലും അതീവ ജാഗ്രത പാലിക്കണം. അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവത രുദ്രനായതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. തിങ്കളാഴ്ചകളിൽ ശിവന് ധാരയോ കൂവളമാലയോ സമർപ്പിക്കുന്നത് ഗുണകരമായേക്കാം. തിരുവാതിരയുടെ നാഥൻ രാഹു ആയതിനാൽ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും നൂറും പാലും സമർപ്പിക്കുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിച്ചേക്കാം. ദിവസവും ഓം നമഃശിവായ മന്ത്രം കുറഞ്ഞത് 108 തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ആത്മവിശ്വാസവും നൽകും. ശനിയാഴ്ചകളിലോ കറുത്തവാവ് ദിവസങ്ങളിലോ പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് കർമ്മദോഷങ്ങൾ അകറ്റാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബുധനാഴ്ചകളിൽ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ മാറാനും സഹായിച്ചേക്കാം. മാസത്തിന്റെ തുടക്കം ആവേശകരമായിരിക്കും. പുതിയ ആശയങ്ങൾ മനസ്സിൽ വരും. ഔദ്യോഗിക രംഗത്തെ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ചില അപ്രതീക്ഷിത ലാഭങ്ങൾ ഈ ആഴ്ചയുടെ അവസാനം പ്രതീക്ഷിക്കാം. രണ്ടാം വാരം കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടി വരും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഓടി നടക്കേണ്ടി വന്നേക്കാം. ജോലിസ്ഥലത്തെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സമ്മർദ്ദം കുറയ്ക്കാൻ വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. മൂന്നാം വാരം ബിസിനസ് ചെയ്യുന്നവർക്കും നിക്ഷേപകർക്കും ഈ ആഴ്ച അനുകൂലമായിരിക്കും. പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. വിശ്രമം ആവശ്യമാണ്. മാസാവസാനം യാത്രകൾക്ക് സാധ്യതയുണ്ട്. കടം കൊടുത്ത പണം തിരികെ ലഭിച്ചേക്കാം. സുഹൃത്തുക്കളുമായും സമയം ചെലവഴിക്കും. പഴയകാല സുഹൃത്തുക്കളെ കാണാൻ അവസരം ലഭിക്കും. മാസാവസാനം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ പഴയതിന് വെടിഞ്ഞ് പുതിയതിനെ സ്വീകരിക്കുക എന്നതാണ്. 2026 ജൂലൈ മാസത്തിൽ ഈ സ്വഭാവത്തിന് പ്രസക്തിയേറുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മരവിപ്പ് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഈ മാസത്തോടെ മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് പെട്ടെന്നുള്ള ഒരു മാന്ത്രിക മാറ്റമായിരിക്കില്ല. മറിച്ച് നിങ്ങളുടെ ചിന്താഗതിയിലും പ്രവൃത്തിയിലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വഴിയായിരിക്കും ഗുണപരമായ ഫലങ്ങൾ ദൃശ്യമാവുക. ജീവിതത്തിന്റെ ഒരു ഘട്ടം അവസാനിക്കുകയും കൂടുതൽ ഉത്തരവാദിത്വമുള്ള മറ്റൊരു ഘട്ടം ആരംഭിക്കുകയും ചെയ്യുന്നതിന്റെ സൂചനകൾ ഈ മാസം ലഭിച്ചേക്കാം. തൊഴിൽപരമായ മേഖലയിൽ ഭാഗ്യമെന്നതിലുപരി അവസരമെന്നതിനാണ് ഈ മാസം മുൻഗണന. നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റം, അതൊരു ജോലി മാറ്റമാകാം, പുതിയ ബിസിനസ് ആശയമാകാം, അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിലെ സ്ഥാനക്കയറ്റമാകാം. അതിനായുള്ള സാധ്യതകൾ ഈ മാസത്തെ അന്തരീക്ഷത്തിൽ തെളിഞ്ഞു കാണുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസരങ്ങൾ നിങ്ങളുടെ വാതിൽക്കൽ വന്നു മുട്ടുന്നതിനേക്കാൾ നിങ്ങൾ അവയെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടി വരും എന്നതാണ്. അന്വേഷണത്തുറയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. എന്നാൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് അവസരങ്ങളെ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചുരുക്കത്തിൽ 2026 ജൂലൈ മാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് മുന്നിൽ പുതിയ വാതിലുകൾ തുറന്നിടുകയാണ്. തടസ്സങ്ങളെ വെല്ലുവിളികളായും വെല്ലുവിളികളെ അവസരങ്ങളായും മാറ്റാൻ കഴിഞ്ഞാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാലഘട്ടങ്ങളിൽ ഒന്നായി മാറാൻ എല്ലാ സാധ്യതകളുമുണ്ട്. അനാവശ്യമായ ഭയങ്ങൾ ഉപേക്ഷിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. വരാനിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തരാക്കുക തന്നെ ചെയ്യും.